നമസ്കാരം, ദ ന്യൂസ് ഐയിലേക്ക് സ്വാഗതം. വിദേശ ഫണ്ട് സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകൾക്ക് കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തി ചട്ടഭേദഗതി കൊണ്ടുവന്നിരിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. വിദേശത്ത് നിന്ന് പണം സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകൾ അവരുടെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ സർക്കാരിന് കൈമാറിയിരിക്കണമെന്നും നിർദ്ദിഷ്ട സ്ഥലത്തിന് പുറത്ത് പ്രവർത്തിച്ചാൽ നടപടി ഉണ്ടാകുമെന്നുമാണ് ഭേദഗതി. സന്നദ്ധ സംഘടനയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വെബ്സൈറ്റുകൾ, അവർ പുറത്തിറക്കുന്ന പുസ്തകങ്ങൾ, മാസികകൾ പോലുള്ള പ്രസിദ്ധീകരണങ്ങൾ എല്ലാ സംബന്ധിച്ചും അറിയിച്ചിരിക്കണമെന്ന് മാത്രമല്ല, ഇത്തരം പ്രസിദ്ധീകരണങ്ങളിൽ രാഷ്ട്രീയ ഉള്ളടക്കം പാടില്ലെന്നും വാർത്തകളോ സമകാലിക വിഷയങ്ങളിലുള്ള നിരീക്ഷണങ്ങളോ പ്രസിദ്ധീകരിക്കുകയോ സംരക്ഷണം ചെയ്യുകയോ ചെയ്യരുതെന്നും കൽപ്പിച്ചിട്ടുണ്ട്. സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ ഉത്തരവാദിത്വമുള്ളതാക്കുകയാണ് ലക്ഷ്യമെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നതെങ്കിലും അതല്ലെന്ന് വ്യക്തമാണ്. ഇത് രാജ്യത്തെ സന്നദ്ധ സംഘടനകളെ നിയന്ത്രിക്കാൻ കൊണ്ടുവരുന്ന ആദ്യത്തെ നിയമ ഭേദഗതിയല്ല. കേന്ദ്ര സർക്കാർ സന്നദ്ധ സംഘടനകളോട് ദീർഘകാലമായി ശത്രുതാ മനോഭാവം കാട്ടുകയും നിയമ ഭേദഗതികളിലൂടെ ദ്രോഹിക്കുകയും ചെയ്യുന്നു. 2014 ശേഷം ആയിരക്കണക്കിന് സംഘടനകളുടെ വിദേശ ഫണ്ട് സ്വീകരിക്കാനുള്ള രജിസ്ട്രേഷൻ അഥവാ FCRA റദ്ദാക്കുകയോ പുതുക്കാതിരിക്കുകയോ ചെയ്തു. മനുഷ്യ അവകാശം, പരിസ്ഥിതി, ന്യൂനപക്ഷ അവകാശങ്ങൾ തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിരുന്ന നിരവധി സംഘടനകളുടെ പ്രവർത്തനങ്ങൾ ഇതിലൂടെ തകരുകയാണ്. 2020 കൊണ്ടുവന്ന ഭേദഗതികൾ സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തെ കൂടുതൽ നിയന്ത്രിച്ചു. ഒരു NGOയ്ക്ക് ലഭിക്കുന്ന വിദേശ ഫണ്ട് മറ്റൊരു NGOയ്ക്ക് കൈമാറുന്നത് നിരോധിച്ചു. ഇതോടെ വലിയ സന്നദ്ധ സംഘടനകൾ വിദേശ ഫണ്ട് വാങ്ങി ഗ്രാമതലത്തിലുള്ള ചെറു സംഘടനകൾക്ക് കൈമാറുന്ന രീതി ഇല്ലാതാകുകയും വിദേശ ധനസഹായം ലഭിക്കാത്ത നിരവധി ചെറുകിട സംഘടനകൾ പ്രതിസന്ധിയിലാവുകയും ചെയ്തു. ഓഫീസ് പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന തുക 50% നിന്ന് 20% കുറച്ചു. എല്ലാ ഫണ്ടുകളും ഡൽഹിയിലെ SBI പ്രത്യേക ശാഖയിലെ അക്കൗണ്ടിലൂടെ മാത്രം സ്വീകരിക്കണമെന്ന വ്യവസ്ഥയുണ്ടാക്കി. FCRA ലൈസൻസ് റദ്ദാക്കിയ സംഘടനകളുടെ ആസ്തികൾ സർക്കാർ നിയമിക്കുന്ന അധികാരിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന സംവിധാനം കൊണ്ടുവരാൻ ഈ വർഷം ശ്രമിച്ചു. ഈ നടപടികൾ മനുഷ്യാവകാശം, പരിസ്ഥിതി, ന്യൂനപക്ഷ അവകാശം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിക്കുന്ന സംഘടനകളെ ദുർബലമാക്കുകയും സർക്കാരിനെ വിമർശിക്കുന്ന സിവിൽ സമൂഹത്തിന്റെ ഇടം ചുരുക്കുകയും ചെയ്തു. ഇപ്പോഴിതാ കൂടുതൽ നിയന്ത്രണങ്ങൾ വന്നിരിക്കുന്നു. ജനാധിപത്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനും സിവിൽ സമൂഹ പ്രവർത്തനങ്ങൾക്കുമുള്ള ഇടം ചുരുക്കാനുള്ള കനത്ത കയ്യേറ്റമാണിത്. ജനാധിപത്യത്തിൽ സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങളെയും വികസന തീരുമാനങ്ങളെയും ചോദ്യം ചെയ്യാനുള്ള അവകാശം ഓരോ പൗരനുമുണ്ട്. ദേശീയ താൽപര്യത്തിന്റെ ഏക സംരക്ഷകൻ സർക്കാർ മാത്രമാണെന്ന് അവകാശപ്പെടാനാവില്ല. സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് പുറത്തുള്ള സ്വതന്ത്ര സ്ഥാപനങ്ങളെയും സംഘടനകളെയും നിരന്തരം സംശയിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന ഈ സമീപനം അംഗീകരിക്കാനാവില്ല. ആശയങ്ങളും നവീകരണങ്ങളും വളരാൻ സ്വതന്ത്രവും തുറന്നതുമായ ഇടങ്ങൾ ഉള്ളിടത്താണ് ജനാധിപത്യം ശക്തിപ്പെടുന്നത്. ഒരു വശത്ത് നിയമ പുസ്തകത്തിലെ സൂക്ഷ്മ വ്യവസ്ഥകൾ ചില സംഘടനകൾക്കെതിരെ ആയുധമാക്കാൻ ശ്രമിക്കുന്നു. മറുവശത്ത് തെളിവുകളില്ലാത്ത സംശയങ്ങളും ഗൂഢാലോചന സിദ്ധാന്തങ്ങളും ഉയർത്തിക്കാട്ടി സന്നദ്ധ സംഘടനകളെ രാജ്യത്തിന്റെ സാമ്പത്തിക വികസന പദ്ധതികൾ തടസ്സപ്പെടുത്തുന്ന സംവിധാനങ്ങളായി ചിത്രീകരിക്കുന്നു. ജനാധിപത്യ വ്യവസ്ഥയിൽ സന്നദ്ധ സംഘടനകൾ സർക്കാർ സംവിധാനത്തിന്റെ എതിരാളികളല്ല. സമൂഹത്തിലെ അവഗണിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ ശബ്ദം ഉയർത്തുകയും സർക്കാർ നയങ്ങളെ വിമർശനാത്മകമായി വിലയിരുത്തുകയും ചെയ്യുന്ന അനിവാര്യ സ്ഥാപനങ്ങളാണ്. ഒരു വശത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിദേശ നിക്ഷേപം തേടി ലോകരാജ്യങ്ങൾ സന്ദർശിക്കുകയും വിദേശ മൂലധനത്തെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുമ്പോൾ തന്നെ സന്നദ്ധ സംഘടനകൾക്കും അവരുടെ പ്രവർത്തനങ്ങൾക്കും വിദേശ ധനസഹായം തേടുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് കാപട്യമാണ്. സമ്പദ് വ്യവസ്ഥയുടെ മറ്റു മേഖലകളിൽ വിദേശ നിക്ഷേപത്തെ ആഘോഷിക്കുകയും ആഗോളവൽക്കൃത ലോകത്തിലെ അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുന്നതിൽ അഭിമാനിക്കുകയും ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അത്തരമൊരു രാജ്യത്ത് വിദേശ ഫണ്ട് ലഭിക്കുന്ന സിവിൽ സമൂഹ സംഘടനകളെ സംശയത്തിന്റെ കണ്ണിലൂടെ മാത്രം കാണുന്നത് വൈരുദ്ധ്യമാണ്. വിയോജിപ്പിന്റെ ശബ്ദങ്ങളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ഇന്ത്യയുടെ ജനാധിപത്യ പ്രതിച്ഛായയെ മങ്ങലേൽപ്പിക്കുക മാത്രമല്ല, വിദേശ നിക്ഷേപകരെ ആകർഷിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയും ചെയ്യും. അഴിമതിയിൽ ഏർപ്പെടുകയും സുതാര്യതയില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില സംഘടനകൾ ഉണ്ടാകാം. അവരെ നിയമപരമായി ഉത്തരവാദിത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. എന്നാൽ അതിന്റെ പേരിൽ ജനാധിപത്യപരമായ വിയോജിപ്പുകൾക്കും മനുഷ്യാവകാശ പ്രവർത്തനങ്ങൾക്കും ഇടം നിഷേധിക്കാനാവില്ല. സന്നദ്ധ സംഘടനാ പ്രവർത്തനം വെറും ജീവകാരുണ്യ പ്രവർത്തനമല്ല.
ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നതിനാൽ സർക്കാർ പദ്ധതികളിലെ പോരായ്മകളും വിവേചനങ്ങളും പാർശ്വവൽക്കരണവും ഭരണഘടനാപരമായ അവകാശ ലംഘനങ്ങളും മനുഷ്യ അന്തസ്സിനെതിരായ നടപടികളും അവർ നേരിട്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ അവർ അസൗകര്യമുണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നു. എന്നാൽ അത്തരം ചോദ്യങ്ങളും വിമർശനങ്ങളും സമൂഹത്തിന് അനിവാര്യമാണ്. സാമൂഹിക പ്രവർത്തനങ്ങളെ സംശയത്തിന്റെയും അവിശ്വാസത്തിന്റെയും ഭാരത്തിൽ തളച്ചിടുന്നത് ജനാധിപത്യത്തോടുള്ള അനീതിയാണ്. സിവിൽ സമൂഹത്തെ സംശയത്തിന്റെ കണ്ണിലൂടെ കാണുന്നതിന് പകരം ജനാധിപത്യത്തിന്റെ അനിവാര്യ പങ്കാളികളായി കാണാൻ ഭരണകൂടം തയ്യാറാകണം.